കട്ടിങ് പറഞ്ഞാൽ ഇതാണ് സൂപ്പറ്. മേൽഭാഗം ഫുള്ള് സെറ്റർ കട്ടിങ് ചെയ്ത് അടിയിൽ ഗ്രൂപ്പ് കട്ടിങ്. മേലെ ഫുള്ള് സെറ്റർ കട്ടിങ്. അതിൻ്റെ മേലെ ഫുള്ള് സെറ്റർ കട്ടിങ് ചെയ്ത് അടിയിൽ ഗ്രൂപ്പ് കട്ടും. ഗ്രൂപ്പ് കട്ടിങ് അവിടെ ഇരിക്കാൻ പറ്റണില്ല, റിസ്ക്കാണ്. അടിഭാഗത്തേക്ക് ചിലവർ ഭയങ്കര ആനക്കാരായി കൊണ്ടുപോകും. ഇതൊരു സിമ്പിൾ വർക്ക് വരെ ചിലപ്പം നല്ല റിസ്ക് ഉണ്ട് കേട്ടോ. നമ്മളെ ഇത് തോതെടുത്തിട്ടാണ് ചെയ്യുന്നത്. സെറ്റർ കട്ടിങ്ങിൻ്റെ തോത് തന്നെയാണിത്. തോത് ഒരേ തോതിൽ എടുക്കണം ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ അടിഭാഗം നമ്മൾ അത് കട്ട് ചെയ്യുക. ആ കോലിൻ്റെ വീതിക്ക് നമ്മൾ അളവെടുക്കും. ഇതാ ഈ കോലിൻ്റെ വീതിക്കാണ് നമ്മൾ ഇതിൻ്റെ അളവെടുക്കുന്നത്. അടി മാർക്ക് ചെയ്തിട്ട്. പക്ഷേ പിന്നെ അടി വെട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അടി നമ്മൾ ഇരുന്ന് വെട്ടണം, എല്ലാം കിടന്നിട്ട് വെട്ടണം. ഇരുന്നിട്ട് തന്നെയാണ് മറ്റൊക്കെ വെട്ടുന്നത്. അത് കട്ടിങ് വേറെ കട്ടിങ് ഇവിടെ നമ്മൾ കുറച്ച് റിസ്ക് ഉണ്ട്. കുറച്ച് ഒരു മേലെ സെറ്റർ കട്ടിങ് ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ. മേലെ നിന്ന് നമ്മൾ അടിക്ക് ഇങ്ങനെ ഇതായതാണ്. പക്ഷെ ഇതിൻ്റെ അടി വെട്ടാൻ കുറച്ച് റിസ്ക്കാണ് ഇതിനാട്ടി. ബോസ് അവിടെ അപ്പുറത്തെ നിയാസ് ബോസ് ഇവിടെ ഉണ്ട്. കട്ടിങ് തന്നെയാണ്. ഓനുണ്ട്, കുത്തുമ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ക്ലിയറാക്കാൻ കുറച്ച് റിസ്ക് ചെയ്യുക. പക്ഷെ ഇത് ഉള്ളിൽ ക്ലിയർ ആക്കണമെങ്കിൽ നല്ല ഐറ്റും ഉണ്ട്. അഞ്ചും കാര്യം വരച്ചിട്ട് എജ്ജാണ്. അടുത്ത ഇരുന്നിട്ട് വെട്ടേണ്ടി വരും. യൂസാക്കാണ്ട് ഉരിയ അതല്ലേ അഞ്ചും കാലം വരക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് വരച്ചത്. പക്ഷെ ഇത് ഭയങ്കര റിസ്ക്കായി. ഈ അടിഭാഗം വെട്ടാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം അടിക്ക് കുറച്ച് നമ്മൾ ഇരുന്നിട്ടൊക്കെ ഇടുന്നിട്ട് വെട്ടേണ്ടി വരും. എത്ര ഉള്ള റിസ്ക്. കട്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെയാണ് സീന്. ഇങ്ങനത്താണ് വെട്ടേണ്ട റിസ്ക്കാണ്. ഇരുന്നിട്ടാണ് ഇരിക്കാനും പറ്റില്ല. വെട്ടിയൊക്കെ നമ്മളങ്ങനെ വെട്ടാണ്ട് ഒരറ്റ കയറി ഇങ്ങനെ വിടുക.
അങ്ങനത്തെ തട്ടുക. നേരത്തെ വീഴാൻ കുറച്ച് പാടാ. നേരെ അടിയിലാണ് വെക്കുക. അടിയിലാണ് കെട്ടുക. പക്ഷെ അതിൻ്റെ ഉള്ളത്തെ എടുക്കാൻ ഉള്ളത്തെ ശരിക്കും എടുക്കണമെങ്കിൽ ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഉള്ളത് ആക്സോ ബ്ലേഡ് ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് മസാല ഉണ്ടാവും. ഇതെടുക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ മസാല നമുക്ക് കാണൂല. പക്ഷെ താഴത്തുനിന്ന് കാണൂല. താഴത്തുനിന്ന് കാണൂല പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നല്ല ചൂടാണ്. ഭയങ്കര ചൂട്. ആൾക്കാരൊക്കെ താഴത്തുനിന്ന് നോക്കുന്നത് കട്ടിങ് കണ്ടിട്ടാണോ നാവും. വേറെ പണി നമുക്ക് തീരുമാനമാവും. വർക്ക് കണ്ടിട്ട് കുറേ വർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. വർക്ക് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ പണി ചെയ്യാൻ എടുക്കുന്നു. അവർക്കൊക്കെ വർക്ക് കുറവാണ്. നല്ല വർക്കുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്കൊക്കെ വർക്ക് കുറവാണ്. പക്ഷെ നമ്മളെ വർക്ക് നിന്നിട്ട് കേട്ടോ. വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ടില്ല. എന്തോ ഭാഗ്യം. പിന്നാണ് മോനെ സീന്. ഈ അടിയത്തെ കട്ടിങ്ങാണ് സീനാണ്. ലാസ്റ്റ് കട്ടാണ്. ലാസ്റ്റ് കട്ടിങ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്താ ഇതൊക്കെ സെറ്റർ കട്ടിങ് ചെയ്തു. ഇത് മേലിൻ്റെ ഇങ്ങനെ സെറ്റർ കട്ടിങ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് കട്ട് ഗ്രൂപ്പ് കട്ട് ചെയ്തു. മേലിന് സെറ്റർ കട്ടിങ്. ഇനി ലാസ്റ്റ് കട്ടിങ് ലാസ്റ്റ് തോതാണ്. ലാസ്റ്റ് കട്ടിങ്ങിൻ്റെ ലാസ്റ്റ് തോത് ഇത് കട്ട് ചെയ്യുക. അവസാനത്തെ തോതാണിത്. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ തോത്. നാക്കിടാൻ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ നിറച്ച് കുമായം ഹെൽപ്പർമാരൊക്കെ താഴ്ത്താണ്. സീൻ ചെയ്യാം. ഇതിന് വേറെ പരത്താണ്ട്. പക്ഷേ നാട്ട് മറിയുന്നുണ്ട്. മറിഞ്ഞാണ്ട് പോകും. താഴത്തേക്കാണ്ട് വീണാൽ പണി ചെയ്യും. എൻ്റെ കുട്ടികൾ പട്ടിണി. പക്ഷെ ചട്ടക്കട പറ്റണെങ്കിൽ ലാസ്റ്റ് കട്ട കണ്ടോ. ലാസ്റ്റ് ഇവിടെ കുറച്ച് മസാലയാണ് വളരെ കാര്യം ചെറിയായിട്ട് ഇഷ്ടം. ഈ കൂല നമ്മൾ ആദ്യം നമ്മൾ മറ്റേ ചേർക്കല്ല വെച്ചത്. ഇത് നമ്മൾ ഇതിങ്ങനെ വെക്കേണ്ടി വരും. കാരണം വെച്ചാൽ മറ്റേ ചേർക്ക് നെയ്ത്തൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ ആദ്യം കട്ട് ചെയ്തപ്പോൾ ഒന്നും പോന്നിട്ടില്ല കേട്ടോ. പോരാൻ നമ്മൾ മേലത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ റിസ്ക് ആയിരുന്നു. ഇരുന്നാലും നിങ്ങൾ പറയാനേ ഞാൻ അതാണ്ട് കഴിഞ്ഞു.
അടിയത്തെ ഒരു ഇത് സുമാരി ഒരു താത്തി കൊടുക്കുന്നു. നമ്മൾ അടിയത്തം പറ്റി ഇറക്ക പറ്റി നമ്മൾ ഈ കുമ്പളം നല്ല കുറച്ചാണ് നീക്കുക. ലാസ്റ്റത്തെ എന്തിനാ അറിയാം, ഇപ്പോൾ ഇവിടെ മുട്ടുത്തിക്കാൻ മുട്ടുത്തി നിന്നാലേ പരിപാടി എടുക്കും. മറ്റവരവിടെ ഗ്രൂപ്പ് കട്ട് ആക്കിയുണ്ട് കേട്ടോ. ആ സൈഡ് ഫുള്ള് ഗ്രൂപ്പ് കട്ടാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഇനി പാണ്ട് പോകണം, അവിടെയും കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പാടിയാണ്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടി. പക്ഷെ നമ്മളങ്ങനെ ഓൾറൗണ്ടർ വർക്കൊന്നുമില്ല. നമ്മളെ തേപ്പും അതിൻ്റെ പണിയും ഒക്കെ പാടിയിട്ട് ഇങ്ങനെ നടക്കും. ഇതാണിപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക്. ടൈം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ട് ഈ ബോർഡർ ഇന്നലെ വെച്ചാണ്. ഈ സൈഡത്തെ പട്ടുണ്ടല്ലോ ഇന്നലെ വെച്ച് അതിൻ്റെ അടിയിലാണ് ഷട്ടറും ഗ്രൂ കട്ടിങ്ങും കൂടെ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം.